മീനില്ലാത്ത ഒരു മീൻ ബീര ഉണ്ടാക്കിയാലോ ഇന്ന്? വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. 250 ഗ്രാം വഴുതനങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം കനയില്ലാതെ, എന്നാൽ ഒരുപാട് തിന്നാവാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് കനം കുറഞ്ഞാലേ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അല്പം വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇപ്പൊ എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1/2 കൈപ്പിടി തേങ്ങ ചെറിയത് ചേർക്കാം, 7-8 കൊച്ചുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, 1 നുള്ളു ഉലുവ, 2 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി, അല്പം കറിവേപ്പില. ഇത്രയും ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ, ഇങ്ങനെ മതി. ഇനി ഒരു പരന്ന പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നിരത്തി ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യണ്ട, കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണം, ചെറുതായിട്ടൊന്ന് മുരിയണം, അത്ര മതി. ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേന് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പുളിക്ക് വേണ്ടിയിട്ട് 3 ചെറിയ കഷ്ണം കുടംപുളി കുതിർത്ത് വെച്ചത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ പോരാത്തതിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർക്കണ്ട കേട്ടോ. ആ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വഴുതനങ്ങയായിട്ടൊക്കെ ഒന്ന് ചേർന്ന് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേന് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ പീര വറ്റിച്ചതാണ് കേട്ടോ. അപ്പം മീനൊന്നും സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പം മറക്കാതെ ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.